ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ദാമോദര വ്രജാരണത്തിൻ്റെ പുണ്യകാലം. ഈ സമയത്ത് പല സ്ത്രീകളുടെയും ഒരു സംശയം എന്ന് പറയുന്നത്, പീരീഡ്സ് ആവുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ജപിക്കുന്ന ദാമോദരാഷ്ടകം നിർത്തിവെക്കണോ? അതുപോലെ തന്നെ ഭഗവാന് മൺചിരാതില് ആരതി എടുക്കുന്ന ആളുകളുണ്ട്, അവര് ഈ ആരതി എടുക്കുന്നത് നിർത്തിവെക്കണ്ടേ? അതുപോലെ കഴുത്തിൽ തുളസിമാല ധരിക്കുന്ന ആളുകളാണെങ്കിൽ പീരീഡ്സ് ആവുന്ന സമയത്ത് തുളസിമാല ഊരി വെക്കണോ? ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നവര് ഈ പീരീഡ്സ് ടൈമിൽ ഇതൊക്കെ നിർത്തിവെക്കണോ? പലരുടെയും സംശയമാണ്. എത്ര കേട്ടാലും ആ സംശയം അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് ഒരു പാപവും ഭഗവാൻ നൽകില്ല. അതൊക്കെയും തെറ്റായിട്ടുള്ള ധാരണയാണ്. അറിയാതെ നമ്മളുടെ സമൂഹം അതിനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് നമുക്ക് ഈ പീരീഡ്സ് തന്നിരിക്കുന്നത്. അപ്പം ആ ഭഗവാനെ സേവിച്ച്, ആ ഭഗവാനെ ആരാധിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം തീർത്ത് ആ ഭഗവാനിൽ ചെന്ന് ചേരണമെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ അനന്യ ഭക്തിയോടുകൂടി എന്നെ ഭജിക്കണം എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ പീരീഡ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് 4 ദിവസം മാറ്റി വെച്ചാൽ നമ്മളുടെ ആ പാപം കൂടിക്കൊണ്ടിരിക്കില്ലേ? അപ്പം ആരും പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വ്രതം ഒന്നും മുടക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. കുളിച്ച് ശുദ്ധമായി വന്ന് ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കാതെ കുറച്ച് മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാൻ ആരതി എടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കാവുന്നതാണ്. ഇനി തുളസി പൂജ ചെയ്യുമ്പോൾ ദൂരെ മാറി നിന്ന് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ആരതി എടുക്കുക. എന്നിട്ട് അതിനെ തൊടാതെ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും ചെയ്യുന്നതിൽ ഒരു പാപവും ഇല്ല. അതുപോലെ തന്നെ തുളസിമാല ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് ഊരി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്തും നിങ്ങൾക്ക് തുളസിമാല ധരിക്കാവുന്നതാണ്. നിങ്ങൾ എപ്പോഴാണോ ശുദ്ധാവുന്നത്, 4 കഴിഞ്ഞ് ശുദ്ധാവുന്ന സമയത്ത് കുളിക്കുമ്പോൾ അതും ജലം നനഞ്ഞ് അതും ശുദ്ധായിക്കോളും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ കാരണം നിങ്ങൾ നിങ്ങളുടെ ഭക്തിയെ, ആ ഭഗവാനിലേക്ക് അടുക്കുന്ന ആ പുണ്യകർമ്മങ്ങളെ ഒന്നും ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല. ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെയും ചെയ്യാം. ഭഗവത് സേവ ചെയ്യാം, ഭഗവാന്റെ പുണ്യനാമങ്ങൾ ജപിക്കാം, തുളസിമാല ധരിക്കാം, ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം. ഇതിനൊന്നും പീരീഡ്സ് തടസ്സമല്ല. പീരീഡ്സ് ആണെങ്കിൽ കൂടിയും ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച്, ആ ഭഗവാനെ ആരാധിച്ച്, ആ ഭഗവത് സേവയിൽ മുഴുകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ സമയത്തെയും പുണ്യമാക്കി തീർക്കും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.